സിപിഎമ്മിനും കോൺഗ്രസിനുമെതിരെ ഗുരുതര ആരോപണവുമായി ബിജെപി. പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയ ഒയാസിസ് കമ്പനി സിപിഎമ്മിനും കോൺഗ്രസിനും കോടികൾ കൈക്കൂലി നൽകിയെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു. സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് 2 കോടി രൂപയും കോൺഗ്രസിന് 1 കോടി രൂപയും നൽകി. ഇരു പാർട്ടികളെയും ബാങ്ക് വിവരങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നതായും കൃഷ്ണകുമാർ പറഞ്ഞു. അതേസമയം ഇരു പാർട്ടികളും ആരോപണങ്ങൾ നിഷേധിച്ചു. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസ് സിപിഎമ്മിനും കോൺഗ്രസിനും കോടികൾ കൈക്കൂലിയായി നൽകിയെന്ന ഗുരുതരമായ ആരോപണമാണ് ബിജെപി ഉന്നയിച്ചിരിക്കുന്നത്. സിപിഎം ജില്ലാ കമ്മിറ്റിക്ക് 2 കോടി രൂപ കൈക്കൂലിയായും കോൺഗ്രസിനും 1 കോടി രൂപയും നൽകിയെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു. അഥവാ പണം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇരു പാർട്ടികളെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 2 പാർട്ടികളെയും സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ജില്ലാ നേതൃത്വങ്ങൾ വലിയ തുകയാണ് സംഭാവന എന്നുള്ള പേരിൽ ഒയാസിസ് കമ്പനിയിൽ നിന്നും കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 2 കമ്പനിയുടെയും പ്രധാന ജില്ലാ നേതൃത്വത്തിനാണ് ഈ സംഭാവന ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ 2 പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. ഞാൻ പറയുന്ന ഈ ആരോപണം നിഷേധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. നിങ്ങളുടെ 2 അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. കൂടാതെ ജില്ലയിലെ കോൺഗ്രസ് നേതാവിന് 25 ലക്ഷം രൂപ വ്യക്തിപരമായും കൈക്കൂലി ലഭിച്ചിട്ടുണ്ട്. പുതുശ്ശേരിയിലെ സിപിഎം മുൻ ഏരിയ സെക്രട്ടറിക്ക് കൈക്കൂലിയായി കമ്പനി നൽകിയത് ഒരു ക്രിസ്റ്റ കാറാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ സമരങ്ങളിൽ പങ്കെടുക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. അതേസമയം സിപിഎമ്മും കോൺഗ്രസും ആരോപണങ്ങൾ നിഷേധിച്ചു. 100% എനിക്ക് നിങ്ങൾ ഇത് പറയേണ്ടി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര പൈസ വന്നു, അല്ലെ 1 കോടി അതിനപ്പുറം വന്നോ എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹം. തെളിയിക്കാൻ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുന്നു. എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ സംസാരിക്കുന്നതെന്ന് കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. ജനം, പാലക്കാട്.